ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാഷ്യൂനട്ട് വെച്ചൊരു കറിയാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടാണ്. അപ്പോൾ ഞാൻ കാഷ്യൂനട്ട് ഒരു 2-3 hours വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തി ഇതുപോലെ 2 പീസായിട്ട് ഇങ്ങനെ പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി വേണം. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. പിന്നെ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിൻ്റെ തിക്കായിട്ടുള്ള പാലാണ് നമുക്ക് വേണ്ടത്. പിന്നെ അവസാനം കറിയിലോട്ടൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി അല്ലാത്തതും കൂടെ അര സ്പൂൺ എടുത്തേക്കുന്നതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് അതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൊടികൾ ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസിനെയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കുറച്ച് തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
ഇതിനൊരു കുറുകിയ ചാറാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഇതിലോട്ട് ചേർക്കണ്ട. അപ്പം നമുക്കിനി തുറന്ന് നോക്കാം. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടായിരുന്നു, കുറച്ചവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാലിനെ ആഡ് ചെയ്യാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്നൊരു തിള വരുമ്പോഴത്തേനും, തിളക്കണ്ട ഒരുപാട്, നമുക്കൊന്ന് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു വേറൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഉള്ളി അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമ്മുടെ ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു പൊടിക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള കാഷ്നട്ട് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നോൺ വെജൊക്കെ കഴിക്കാത്തവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം നല്ല പ്രോട്ടീനും എല്ലാം ഉണ്ട് ഇതിൽ. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോൾ നൊയമ്പ് കാലമൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഇറച്ചി മീനൊക്കെ നൊയമ്പ് നോക്കുന്ന സമയമായതുകൊണ്ട് ഇങ്ങനത്തെ വെജിറ്റബിൾ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.